നമസ്കാരം. പുതിയ നമുക്ക് ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു നചികേതസിൻ്റെ കഥ പറഞ്ഞത് കേട്ടല്ലോ. അപ്പം ആ നചികേതസ് ബ്രഹ്മവിദ്യയ്ക്ക് അർഹനാണ് എന്ന് കാലഭഗവാന് തോന്നിയതുകൊണ്ട്, യമന് തോന്നുക എന്ന് പറയുന്നത് ഈ ബ്രഹ്മവിദ്യയ്ക്ക് അർഹനാണ്, യോഗ്യതയായി പക്വതയായി ഒരു ശിഷ്യനാണ് എന്ന് മനസ്സിലായപ്പോഴാണ് ബ്രഹ്മവിദ്യ യമദേവൻ നചികേതസിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ആ ഒരു ശിഷ്യന് ഏത് തരത്തിലുള്ള പക്വതയായി എന്നറിഞ്ഞതിന് ശേഷമാണ് ഗുരു പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കും ശ്രീനാരായണ ഗുരുദേവൻ ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന ഒരു 5 പദ്യങ്ങളിലൂടെ നമുക്ക് ഈശ്വരനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരിക. അപ്പൊ ഈശ്വരൻ എവിടാണ്? നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്, അല്ലെ? നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരെ നമ്മൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉള്ളിലെ ഈശ്വരനോടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മളൊന്നും അറിയാതെ ജീവിച്ചുകൊണ്ടിരിക്കുക സത്യം ആയിട്ടും, അല്ലേ? നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില് എത്രയൊക്കെ അവയവങ്ങളുണ്ടെന്ന് ആർക്കെങ്കിലും ഇന്നെല്ലാം നിശ്ചയമുണ്ടോ? നമ്മളിങ്ങനെ ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നു, വിശക്കുന്ന സമയത്ത് ആഹാരം കഴിക്കുന്നു, ബാക്കി വിസർജ്യങ്ങളുടെ കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള അവസ്ഥ വരുമ്പോൾ നമ്മളങ്ങ് ചെയ്തിങ്ങനെ പോരുന്നു. ഈ ദേഹയാത്ര എന്ന് പറയുന്നത് എത്ര കാലമായിട്ട് തുടങ്ങിയതാണെന്നറിയോ? ഈ ദേഹയാത്രയിൽ നമുക്ക് കൂട്ടിനായിട്ടുള്ളതാരാ? നമുക്ക് ഓരോ കാര്യങ്ങൾ അതാത് സമയത്ത് തരുന്ന ഈശ്വരൻ ഏത് മലയിലിരുന്നാ ചെയ്യുന്നത്, ഏത് ആകാശത്തിന്റെ അപ്പുറത്തിരുന്നാ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലെ ആ വിളങ്ങുന്ന ആ ദിവ്യമായിട്ടുള്ള ചൈതന്യത്തിനെ ഇന്ന് വരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ളതാണ് സത്യം. പക്ഷെ അതിനാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് ഈ ബ്രഹ്മവിദ്യാ പഞ്ചകം പോലെ, ദർശനമാല പോലെ, ആത്മോപദേശ ശതകം പോലുള്ള ഓരോ കൃതികൾ തന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ വായിച്ചു പോരുന്നു എന്നുള്ളതല്ലാതെ ഇന്ന് വരെ അതിനെക്കുറിച്ച് ഒന്നും മനനം ചെയ്യാനോ ഒന്നും അല്ലേ? നമ്മുടെ ഓരോ പ്രശ്നങ്ങളിൽ പിന്നെയും മനപ്രയാസപ്പെട്ട് എൻ്റെ ദൈവമേ എന്നും അവിടെ ഇവിടെ ഓടി നമ്മളിങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കിങ്ങനെ അലഞ്ഞാൽ പോരാ. അത് വെച്ചാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ, വളരെ ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് മനനം ചെയ്ത് അത് നിധിധ്യാസനം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വളർച്ച അല്ലെങ്കിൽ ഒരു പ്രകാശം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് എവിടെ ചെന്നാലും ആ ചൈതന്യത്തിന്, നമ്മുടെ ഉള്ളിലെ ആത്മശക്തിയെ തിരിച്ചറിഞ്ഞ് ആത്മബലമുള്ളവരായി ആത്മബോധത്തോടുകൂടി ജീവിക്കാൻ ഭഗവാൻ നമുക്ക് ഉള്ള ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിന്റെ ആദ്യത്തെ ആ പദ്യം നമ്മൾ ചൊല്ലിപ്പോരുന്നുണ്ടെങ്കിലും അതിൻ്റെ ശരിക്കുള്ള അർത്ഥം, ഓരോ പദത്തിന്റെ അർത്ഥം വെച്ച് നമുക്ക് ഇന്ന് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു ആമുഖം ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഒരു കഥ പോലെ പെട്ടെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. മനസ്സിലായാലും കേട്ടിട്ടൊരു ചെവി കൂടി ഇറക്കി മറ്റേ ചെവി കൂടെ വിടുന്ന രീതിയിലല്ല അങ്ങനെ പോയിട്ട് കാര്യം. ഇതിന്റെ പദങ്ങളുടെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അത്ര ഈ ലോകത്തിൽ സത് വിദ്വാൻ, സത്യം ഉണ്ടെന്നറിഞ്ഞ് തിരയുന്നയാള്, നിത്യ അനിത്യ വിവേകത, നിത്യമേത് അനിത്യമേത് എന്ന് വേർതിരിച്ചറിഞ്ഞ്, നിതരാം അത്യന്തം, നിർവേദം വിരക്തി, ആപത്യ നേരിട്ട്, ശമാധി ഷഡ്കലസിത, ശമം ദമം ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം എന്നീ 6 സാധനങ്ങളും വേണ്ട പോലെ അഭ്യസിച്ച് ഭൂവി ഈ ഭൂമിയിൽ വെച്ച് തന്നെ മുക്തികാമനായി സ്യാത് ഭവിക്കണം പശ്ചാത്ത് എന്നിട്ട് ബ്രഹ്മവിദുത്തമം ഗുരും, ബ്രഹ്മസാക്ഷാത്കാരം നേടി ജീവൻ മുക്തനായി വർത്തിക്കുന്ന ഗുരുവിനെ പ്രണതി സേവാത്യം പ്രസന്നം, പ്രണാമം ശുശ്രൂഷ മുതലായ കൊണ്ട് സന്തുഷ്ടനാക്കി തീർത്തിട്ട് സ്വാമിൻ പ്രഭോ അഹം, സന്തുഷ്ടനാക്കി തീർത്തിട്ട് സ്വാമിൻ പ്രഭു, ശുശ്രൂഷ മുതലായ കൈക്കൊണ്ട് സന്തുഷ്ടനാക്കി തീർത്തിട്ട് സ്വാമിൻ പ്രഭു അഹം ക, പ്രഭുവായ സ്വാമിൻ
ഞാൻ ആരാണ്? ഇതം ജഗത് കുത, ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? ത്വം വദ, അങ്ങ് പറഞ്ഞു തന്നാലും. ഇതി പൃച്ഛേത്, എന്ന് ചോദിക്കണം. അതായത് ഈ ലോകത്ത് സത്യമുണ്ടെന്നറിഞ്ഞ് തിരയുന്നയാള് ആദ്യമായി നിത്യ അനിത്യമേത് എന്ന് വിചാരം ചെയ്തറിയണം. ഈ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം അസത്യമാണെന്ന് അറിഞ്ഞ് അവയിൽ വിരക്തി സമ്പാദിക്കണം. ശമം, ദമം, ഉപരതി, തിദിക്ഷ, ശ്രദ്ധ, സമാധാനം എന്നീ 6 സാധനകളും നല്ല പോലെ അഭ്യസിക്കണം. ഇങ്ങനെ ഈ കർമ്മഭൂമിയിൽ വെച്ച് തന്നെ മോക്ഷകാമനായി ഭവിക്കണം. എന്നിട്ട് ബ്രഹ്മസ്വരൂപം സാക്ഷാത്കരിച്ചാൽ അനുഭവിക്കുന്ന സ്ഥിത പ്രജ്ഞനായ ഗുരുവിനെ സമീപിക്കണം. അദ്ദേഹത്തെ പ്രണമിച്ച് ഉപചരിച്ച് പ്രസന്നനാക്കി തീർക്കണം. ഗുരു പ്രസന്നനായാൽ ഞാൻ ആര്, ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്നീ 2 ചോദ്യങ്ങളും ചോദിച്ചിട്ട് പ്രഭു ഈ സംശയങ്ങൾ തീർത്തു തന്നാലും എന്ന് അപേക്ഷിക്കണം. ഇത്രയേ ഉള്ളൂ. അതായത് ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ നമ്മൾ ജയിച്ചു. ഈ 2 ചോദ്യം ചോദിക്കത്തക്ക രീതിയിൽ ഒരു ശിഷ്യന് പക്വത വന്നാൽ, ഒരു ശിഷ്യന് പാകത വന്നാൽ, അവൻ ഈ ലോകത്തിനെ കുറിച്ച്, അവനവനെ കുറിച്ച്, ഈ പ്രപഞ്ചത്തിനെ കുറിച്ച്, സകലതിനെ കുറിച്ചുള്ള ഒരറിവ് നമ്മളിൽ വരും. ആ അറിവ് നമ്മളിൽ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ചിന്തിച്ച് മനനം ചെയ്ത് ഓരോ വിഷയത്തിന്റെയും ഉത്തരം നമ്മളിൽ തന്നെ കണ്ടെത്തുക. അത്രയ്ക്ക് കഴിവുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. നമ്മൾ വെറുതെ ഒരാളുടെ കുറ്റപ്പെടുത്തൽ കേട്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു ജീവിയല്ല. ആദ്യം അത് ചിന്തിക്കുക. നമ്മൾ ഈശ്വരൻ തന്നെയാണ്. ഇനിയാണ് അതിനുള്ള ചോദ്യം വരുന്നത്. ഗുരുവിനോട് ചോദിക്കുകയാണ്, ഞാൻ ആര്? ഞാൻ ആരാണ്? ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? ഞാൻ ആരാണ്? ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്ന് ഗുരുവിനറിയാം. ആ ഗുരു നമ്മളോടത് പറഞ്ഞു തരണമെങ്കിൽ, ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ബലം ഉണ്ടായിരിക്കണം, അതിനുള്ള ശക്തി ഉണ്ടായിരിക്കണം. അതിനുള്ള ശക്തി സമ്പാദിക്കുന്നതാണ് ഈ മുമ്പേ പറഞ്ഞതുപോലെ നിത്യ അനിത്യ വിവേകം, ഈ ശമാധി ഷഡ് എന്ന് പറഞ്ഞ 6 ഈ ഗുണങ്ങൾ, അതായത് ശ്രദ്ധ, സമാധാനം, ഉപരതി, തിദിക്ഷ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ ഓർക്കുക, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പലരും ആലോചിക്കുന്നുണ്ട്, എന്തിനാ വെറുതെ ഇതൊക്കെ പഠിക്കുന്നത്? നമുക്കിങ്ങനെ ജീവിച്ചു പോയാൽ പോരെ. അപ്പൊ നമ്മളാകുന്ന ജീവി എന്താണെന്ന് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഒരു ഭർത്താവിന്റെ കീഴിൽ, ഒരു ഭാര്യയുടെ കീഴിൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇതാ നമ്മൾ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമാണ് ജീവിതം. അതിന്റെ അപര്യാപ്തതയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നത്. അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ബുദ്ധിമുട്ടൊന്ന് തീർത്തു തരണേ ഭഗവാനെ, എൻ്റെ ജീവിതം ഒന്ന് സന്തുഷ്ടമാക്കണേ എന്ന് ആലോചിക്കാൻ സത്യത്തിൽ നമ്മൾ ഈ അമ്പലത്തിലും അല്ലെങ്കിൽ ഈ ആരാധനാലയങ്ങളിലൊക്കെ പോകുന്നല്ലേ? സത്യമല്ലേ? പക്ഷെ ഇതൊന്നുമല്ല സത്യം, ഇതൊന്നുമല്ല ശരി. നമ്മൾ എന്താണെന്നുള്ളത് ഇന്ന് വരെ നമുക്കൊന്നറിയാൻ ശ്രമിച്ചിട്ടില്ല, അല്ലേ? ശ്രമിച്ചിട്ടുണ്ടോ? സാജൻ എന്താണ്, ഇന്ദിര എന്താണ്, അല്ലെങ്കിൽ രമണി എന്താണ്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ സാരിയൊക്കെ എടുത്ത്, ഈ ചുരിദാറൊക്കെ ഇട്ട്, ഈ മുണ്ടൊക്കെ എടുത്തിരിക്കുന്ന നമ്മളാണ് യഥാർത്ഥ നമ്മളെന്ന്. പക്ഷെ അങ്ങനെ നമ്മളെന്ന് വിചാരിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുഃഖവും. ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പ്രാപ്തരാക്കാൻ വേണ്ടി വന്ന ഒരു ഗുരുവാണ്, ദൈവമാണ്. അല്ലാതെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ എന്നെ പ്രാർത്ഥിക്ക്, നീ കുറച്ച് ഹോമവും കുറച്ച് വഴിപാടൊക്കെ നീ എനിക്ക് വേണ്ടിയിട്ട് ചെയ്, ഞാൻ നിനക്ക് അനുഗ്രഹിക്കുക എന്നും പറഞ്ഞുകൊണ്ട് വന്ന ഒരു ദിവ്യനല്ല, എന്നും പറഞ്ഞുകൊണ്ട് വന്ന ഒരു ദൈവമല്ല. മനസ്സിലായോ? അപ്പൊ നമ്മള് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ, ഗുരുദേവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടത്തില്ലെന്നല്ല, ഇതെല്ലാം തരും. ഇച്ഛിച്ചതൊക്കെ പാടിക്ക്. പവൽക്കര ഇച്ഛയുണ്ടെങ്കിൽ മനസ്സ്, നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം തരും. പക്ഷെ ആഗ്രഹിക്കുന്നെല്ലാം തരുന്നത് കൊണ്ട് നമ്മൾ അതിൽ മാത്രം തൃപ്തനായിക്കൊണ്ടിരിക്കരുത്. കാരണം എന്താണെന്നറിയോ, നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ് തിരിച്ചറിയണം. നമുക്ക് ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലേക്ക് വരാം. അങ്ങനെ ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുകയാണ്, ഞാൻ ആര്? കോ അഹം ഈ കുതോ ജഗതിഥി എന്ന് ചോദിക്കുന്ന പോലെ, ഞാൻ ആര്? ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? ഇനി അതിന്റെ ഉത്തരം ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നതാണ് അടുത്ത ഭാഗം. അപ്പൊ വളരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. വളരെ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രം പോരാ, ഈ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്ന കാര്യങ്ങൾ നിധിധ്യാസനം ചെയ്യണം.
ഈ കേട്ട കാര്യങ്ങൾ സത്യമാണോ, അല്ലെങ്കിൽ കേട്ട കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലിട്ട് നല്ലോണം ചിന്തിക്കണം. അപ്പം നമ്മൾ ഓർക്കുന്ന നമ്മുടെ ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ ഒരുപാട് കിടക്കുമ്പോൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ഇതൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ ആ ഭൗതികമായിട്ടുള്ള വിഷയം, മകളുടെ കാര്യം, മകന്റെ കാര്യം, അച്ഛന്റെ കാര്യം, അമ്മയുടെ കാര്യം, അസുഖത്തിന്റെ കാര്യം, കണ്ടത്തിലെ കാര്യം, കൃഷിയുടെ കാര്യം, പശുവിന്റെ കാര്യം, ഇതിനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കും തോറും സമാധാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടത്തില്ല. എന്നും ഇങ്ങനെ കരഞ്ഞു ജീവിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ മനസ്സിനെ ഒന്ന് പഠിപ്പിച്ചാൽ ഈ പശുവും കൃഷിസ്ഥലവും അമ്മാവനും അമ്മായിയും അളിയനും ഭർത്താവും ഭാര്യയൊക്കെ പതുക്കെ നേരെയായിട്ട് വരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണ്ട. അതിൻ്റെ പുറകെ പോയാൽ അത് നമ്മളെ നഷ്ടപ്പെടുത്തും. അല്ലെ, പരീക്ഷിച്ചു. നമ്മൾ എന്തിനെ വിഷയമാണോ കൂടുതലായിട്ട് ചിന്തിച്ചിരിക്കുന്നത് അത് തന്നെ ആയിത്തീരുമെന്നാണ്. നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്തിക്കാൻ നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുക. നമുക്ക് ആ പോസിറ്റീവായിട്ടുള്ള ചിന്തയിലേക്ക് കടന്നേ ഈ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആത്മോപദേശ ശതകത്തിനെ കുറിച്ച് നമ്മുടെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി മനസ്സിനെ ഒന്ന് പഠിപ്പിച്ചു നോക്കി. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നേരെ വരും. നമ്മൾ അതിനായിട്ട് അതിൻ്റെ പുറകെ ഓടണ്ട. പക്ഷെ ഇതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്. ഈ ടെക്നിക്ക് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പുറകെ പോകാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ അടുത്ത ഗുരുവിൻ്റെ അല്ലെങ്കിൽ ശിഷ്യന്റെ ചോദ്യത്തിന് ഗുരു മറുപടി പറയുന്നത് നമുക്ക് ത്വം ഹി ബ്രഹ്മ ന ചേന്ദ്രിയാണി ന മനോ ബുദ്ധിർന ചിത്തം വപു പ്രാണാഹങ്കൃതയോ അനൃതപത്യ സത വിദ്യാകൽപിതം സ്വാത്മനി സർവം ദൃശ്യതയാ ജഡം ജഗതിദം തത്വം പരം നാന്യതോ ജാതം ന സ്വേദ ഏവ ഭാതി മൃഗതൃഷ്ണാഭം ദരീ ദൃശ്യതാം. ത്വം ഹി ബ്രഹ്മ, നീ ബ്രഹ്മം തന്നെയാണ്. ന ച ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങളല്ല. ന മനോബുദ്ധി, മനസ്സും ബുദ്ധിയുമല്ല. ന ചിത്തം വപു, ചിത്തവും ശരീരവുമല്ല. അന്യത് പ്രാണാഹങ്കൃതയ അഭി, മറ്റ് പ്രാണൻ അഹങ്കാരം മുതലായവയും അസത്ത് ഇല്ലാത്തവയാണ്. അസത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവയാണ്. സ്വാത്മനി അവിദ്യാകൽപിതം, സ്വരൂപമായ ആത്മാവിൽ അവിദ്യാകൽപിതങ്ങൾ മാത്രമാണ്. ഇതം സർവം ജഗത്ത്, ഈ സകല ജഗത്തും ദൃശ്യതയാ ജഡം, ദൃശ്യമായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ജഡമാണ്. തത്വം പരം, നിന്നിൽ നിന്നും വേറിട്ട്. അന്യതോന ജാതം, മറ്റൊന്നിൽ നിന്നും ഉണ്ടായതല്ല. സ്വേത ഏവ നഭാതി, സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതല്ല തന്നെ. മൃഗതൃഷ്ണാഭം ദരീദൃശ്യതയ, മരുഭൂമിയിലെ കാനൽ ജലം പോലെയാണിതെന്ന് ചിന്തിച്ചറിയുക. ഇതിന്റെ അർത്ഥ വിചാരത്തിലൂടെ ആചാര്യന്മാരുടെ ഭാഷയിൽ പോയാൽ ഇതാണ്: അല്ലയോ ശിഷ്യ, നീ ബ്രഹ്മം തന്നെയാണ്. നീ ഈ കാണുന്ന ഇന്ദ്രിയങ്ങളല്ല, ഈ മനസ്സും ബുദ്ധിയും നീയല്ല, ചിത്തവും ശരീരവും നീയല്ല. ഇവയെ കൂടാതെ പ്രാണൻ, അഹങ്കാരം തുടങ്ങി വേറെ പലതും കാണപ്പെടുന്നു ഉണ്ടല്ലോ. അവയെല്ലാം നിന്റെ സ്വരൂപമായ ആത്മാവിൽ അവിദ്യാ കൽപ്പിതങ്ങളായ കാഴ്ചകൾ മാത്രമാണ്. ദൃശ്യമായതുകൊണ്ട് തന്നെ, അതായത് കാണപ്പെടുന്ന വസ്തു ആയതുകൊണ്ട് തന്നെ ഈ കാണുന്ന എല്ലാ ജഗത്തും ജഡമാണ്. നിന്നിൽ നിന്നും അന്യമായ മറ്റൊന്നിൽ നിന്നും ഉണ്ടായതല്ല ഇത്. ഇതിന് സ്വതന്ത്രമായി പ്രകാശിക്കുവാനുള്ള കഴിവ് തന്നെ ഇല്ല. ഇത് നിന്നിൽ മരുഭൂമിയിലെ കാനൽ ജലം പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതാണെന്ന് ചിന്തിച്ചറിയൂ. ഇതാണ് ബ്രഹ്മവിദ്യാ പഞ്ചകം. മനസ്സിലായോ വല്ലവർക്കും? മനസ്സിലായോ? പറയൂ, മനസ്സിലായോ? ഈ ശിഷ്യനെ കുറിച്ച് ഗുരു പറയുന്നതാ. ആ ശിഷ്യനാ നമ്മൾ ഓരോരുത്തരും ആ ശിഷ്യനാ. നമ്മുടെ സ്വരൂപം എന്താണ് എന്ന് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ സ്വന്തം രൂപം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കണ്ണാടിയിൽ പോയി നിൽക്കുമ്പോൾ കാണുന്നതാണ് നമ്മുടെ രൂപം എന്നാണ് നമ്മളുടെ വിചാരം. അപ്പോൾ ഓർക്കുകയാണ്, ഈ നമ്മുടെ നിത്യജീവിതത്തിൽ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കുള്ള ഗുണം എന്താ?
നമുക്കിപ്പോഴും നമ്മുടെ കഷ്ടതയിലൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ പട്ടിണിയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് നമുക്കുള്ള ഗുണം? അതാദ്യം ഒന്ന് ആലോചിച്ചേ. നമ്മളുടെ വിചാരം എന്താണോ അത് നമ്മളായിത്തീരുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. നമ്മുടെ വിചാരങ്ങളിൽ എപ്പോഴും അങ്കലാപ്പും ആവലാതിയും പ്രശ്നങ്ങളും പേടിയും ഭയവും ദുഃഖവും ആ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? കാലങ്ങളായിട്ട് നമ്മൾ സ്വരൂപിച്ചത്, നമ്മൾ ഉണ്ടാക്കി വെച്ചത്, നമ്മൾ കാലങ്ങളായിട്ട് അതിനുവേണ്ടി ആ നെഗറ്റീവ് തന്നെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ആ പോസിറ്റീവ് വശത്തിനെ ഒന്ന് മനസ്സിലാക്കി അത് മനനം ചെയ്ത് അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കാൻ നമുക്ക് ഇന്നുവരെ പറ്റാത്തത് കൊണ്ട് ഒരിക്കലും അതിലെത്തിപ്പെടാൻ പറ്റുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്പലത്തിൽ പോകുന്നുണ്ട്, ഭക്തി നിർഭരമായിട്ടുള്ള ഒരുപാട് ചടങ്ങുകൾ ചെയ്യുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള യഥാർത്ഥത്തിലുള്ള ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? ഒരു ചെറിയ കാറ്റടിച്ചാൽ, ഒരു ചെറിയ സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തളർന്നു പോകുന്നില്ലേ? ആത്മബലമുള്ള ഒരാളും തളർന്നു പോവില്ല. കാരണം എന്താണെന്നറിയോ? ത്വം ഹി ബ്രഹ്മ, നീ ബ്രഹ്മമാണ്, നീ ബ്രഹ്മമാണ് എന്നൊരു ഗുരു ഒരു ശിഷ്യനോട് മുഖത്ത് നോക്കി പറയുമ്പോൾ ശിഷ്യൻ അത് തോന്നണം, മനസ്സിലാക്കണം, ഉള്ളിൽ ഉൾക്കൊള്ളണം. മനസ്സിലായില്ലേ? നമ്മൾ ഉൾക്കൊള്ളണം, ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ഈശ്വരനാണ്. ഞാൻ ഈശ്വരനാണെങ്കിൽ എന്തിനാ ഞാൻ വേറെ ഈശ്വരനെ പോയി തൊഴാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചേ. സത്യമല്ലേ? നമ്മളിലുള്ള ഈ അഹങ്കാരവും ആദ്യം കെടണം. അഹങ്കാരം എന്ന് പറയുന്നത് ഈ പുറമേ ഇരിക്കുന്ന ഞാനാണ്, ഞാൻ ഡിഗ്രിക്കാരനാണ്, ഞാൻ സുന്ദരനാണ്, എനിക്ക് വലിയ ജോലിയുണ്ട്, എനിക്ക് 10 ഏക്കർ വസ്തുവുണ്ട്, എനിക്ക് അതുണ്ട്, എനിക്കിതുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ ശരീരബോധത്തിൽ നിന്നുകൊണ്ടാണ്. ഈ ശരീരബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അത് നമ്മുടെ അഹങ്കാരം. ആ അഹങ്കാരം നമ്മളിൽ വർദ്ധിച്ചുള്ളത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിലെ ഈശ്വര തത്വത്തെ, ഈശ്വരനെ നമുക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം എന്ത് വേണം? ഈ നിത്യാനിത്യ വിവേകം. ആ നിത്യാനിത്യ വിവേകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രത്യേകം പറയുന്നത് എന്താണ്? ഈ കണ്ണുകൊണ്ട് കാണുന്നതൊന്നും നിത്യമല്ല. ഈ ശരീരവും നീർക്കുമള പോലെ നിലയറ്റതാകുന്നു. ഈ ശരീരവും ഒരു വെള്ളത്തുള്ളി, വെള്ളക്കുമിള പോലെ ഏത് സമയത്തും പൊട്ടിത്തീരാവുന്നതാണ് എന്നുള്ള ബോധം നമ്മളിൽ വരുമ്പോൾ നമ്മളിൽ ഉള്ളിലെ അഹങ്കാരം നഷ്ടപ്പെടുന്നു. നമ്മുടെ ഉള്ളിലെ ഈ അഹങ്കാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഈ ശരീരബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലുള്ള ആത്മബോധത്തിന്റെ ഉണർച്ചയായി, ഉയർച്ചയായി. ഈ ഉള്ളിലെ ആത്മബോധം, ഞാൻ ഈ ആത്മാവാണ്, ഞാൻ ഈ സത്യമാണ്, ഞാൻ ഈ അറിവാണ് എന്നുള്ള ബോധത്തിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഭൗതിക പ്രശ്നങ്ങളും മാറിപ്പോകും. എൻ്റെ മകൻ, എൻ്റെ മകള്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ 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 എന്നൊക്കെയുള്ള ഈ മമതാ ബന്ധം നമ്മളാകുന്ന ഈ ശരീരത്തിനാണ്. ആ ശരീരമില്ലെങ്കിൽ, ആ ശരീരം നീർക്കുമുള്ള പോലെ നിലയറ്റതാണ് എന്ന് ഉള്ളിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ആത്മസുഖം ഉണ്ടാവും. ഉള്ളിൽ എന്താ പറയേണ്ടത്, ആ വല്ലാത്ത ഒരു ആത്മസുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമ്മളോട് അരുളി ചെയ്യുന്ന ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി, മനസ്സ്, മനനം ചെയ്യാനുള്ള ആ ഒരു പ്രക്രിയ, മനനം ചെയ്യാൻ എല്ലാ മനസ്സുകൾക്കും പറ്റും. പക്ഷെ ആ മനസ്സിലേക്ക് അതുണ്ടാകണം. ഭക്തി വെറും ഒരു മീൻകൂട്ടലിലോ ഇറച്ചി കൂട്ടലിലോ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് ഒതുങ്ങിപ്പോകാതെ ഇങ്ങനെയുള്ള വലിയ വലിയ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ നമുക്കും ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കാൻ പറ്റുമ്പോഴേ നമുക്ക് ഉയരാൻ പറ്റത്തുള്ളൂ, മനസ്സുകൊണ്ട് ഉയരാൻ. അങ്ങനെ മനസ്സുകൊണ്ട് ഉയർന്നെങ്കിൽ മാത്രമേ ശ്രീനാരായണ ഗുരുദേവൻ ആരാണ്, എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമുക്ക് സത്സംഗം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അതുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വളരെ ഏറ്റവും നിസാരമായിട്ടുള്ള രീതിയിൽ, ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ മനസ്സിലേക്കും അതൊന്നുള്ളിൽ കയറി ജീവിതത്തിൽ പ്രകാശമാനമായിട്ട്, പ്രകാശസുന്ദരമായിട്ട്, സന്തോഷമായിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.